വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ സമരം സംഘടനാ ജില്ലാ പ്രസിഡന്റ് റഫീഖ് ഉടുമ്പന്നൂർ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ ഭാഗമായി അടിമാലിയിൽ പ്രക്ഷോഭ റാലിയും സംഘടിപ്പിച്ചു. കേരളത്തിലെ വാഹനങ്ങളുടെ RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും അച്ചടി നിർത്തിവെച്ചുകൊണ്ട് വാഹന വിപണിയെ തകർച്ചയിലേക്ക് സർക്കാരും മോട്ടോർ വാഹന വകുപ്പും തള്ളിവിടുന്നെന്നാരോപിച്ചാണ് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടാണ് ഇന്ന് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ സമരം സംഘടനാ ജില്ലാ പ്രസിഡന്റ് റഫീഖ് ഉടുമ്പന്നൂർ ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾ പ്രതിസന്ധിയിലാണ്, ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രതിസന്ധിയിലാണ്. അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജനങ്ങളും വളരെയധികം പ്രതിസന്ധി അനുഭവിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ നടത്തുന്നത് സർക്കാരിന് എതിരായിട്ടോ മോട്ടോർ വാഹന വകുപ്പിന് എതിരായിട്ടോ അവർക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിലോ അല്ല. നിങ്ങളത് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഒരു വശവും ഇല്ലാത്തത് കൊണ്ടാണ്. കേരളത്തിലെ വാഹനങ്ങളുടെ RC ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി നിലച്ചിട്ട് മാസങ്ങളായി. ഇത് വാഹന വിപണിയെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. 4 ലക്ഷത്തോളം RC ഡ്രൈവിംഗ് ലൈസൻസുകളാണ് അച്ചടിക്കാതെ കിടക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ടവർ ഉടനടി പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സമരത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായി അടിമാലിയിൽ പ്രക്ഷോഭ റാലിയും സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനം ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. അസോസിയേഷൻ ഭാരവാഹികളായ MM നവാസ്, അസീപ്പറക്കാട്ടിൽ, ജിജിൻ VJ, അബ്ദുൾ അസീസ് അമ്പഴച്ചാൽ, ചാക്കോ VJ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.